നിങ്ങളെ പോലെ ഇവിടെ ഈ ഭൂമി കയറി ഉണ്ടാക്കുന്നതല്ല. ഇത്രയും ആൾക്കാർ കൂലിപ്പണിക്ക് വേണ്ടി വന്നതാ. മനസ്സിലായോ? ഇവനെന്താ പണി? ഇയാൾക്കെന്താ പണി? ഇയാൾക്കെന്താ പണി? ഇയാൾക്കെന്താ പണി? വീഡിയോ എടുത്തിട്ട് മൊത്തം ഇയാളാരാ? ഇയാൾ ഈ ഇരിക്കുന്ന സ്റ്റാഫാരാ? ഈ സ്റ്റാഫാരാ? അല്ല, ആ പുള്ളിക്കാരൻ ചെവി പോലും കേൾക്കത്തില്ല. ഞാനെടുത്ത് അല്ല, ആ പുള്ളിക്കാരൻ ചെവി പോലും കേൾക്കത്തില്ല. അത്രയും വിളിച്ചിട്ട് പോലും ചെവി കേൾക്കത്തില്ല. നിന്റെ ജോലി എന്താ ഇവിടെ? ആ ഫോണിക്കുത്താണ് നിന്റെ ജോലി. ഫോണിക്കുത്ത് എന്തോ ചെയ്തോ? ശമ്പളം ഫോണിക്കുത്താണ് ജോലി. ജോലി ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം കയറി വരരുത്. അല്ല, നീ നിന്റെ രാഷ്ട്രീയമല്ലേ കാണിക്കുന്നത്? രാഷ്ട്രീയം കാണിക്കല മോനെ. നീ നിന്റെ രാഷ്ട്രീയം കാണിക്കുമല്ലേ? നീ മനഃപൂർവ്വം ഫോണിൽ കുത്തുമല്ലേ? നീയൊക്കെ എന്നാ ഫോൺ ചെയ്യാൻ പിന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യും അല്ലേ? അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ എന്നാ ചെയ്യും? ഒരു ക്യൂ വെച്ചോണ്ട് ഈ പയ്യൻ ഡ്യൂട്ടി ഉണ്ടോ? സാർ, നിങ്ങൾ മാനേജറാണ്. നിങ്ങൾ ഇതിന് ഉത്തരം തന്നേ പറ്റുള്ളൂ. ഞങ്ങളുടെ റൈറ്റ്സ് ആണത്. നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളിവിടെ കുടിക്കുന്നവരുണ്ട്. ഞങ്ങൾ തെണ്ടി തെമ്മാടിയൊന്നുമല്ല. ഞങ്ങൾ കുടിക്കുന്നത് ഞങ്ങൾ അധ്വാനിച്ചു കുടിക്കുന്ന ആൾക്കാരാണ്. ഉത്തരം തരണം. അതാണ്. നിങ്ങളുടെ ബാക്കി സ്റ്റാഫ് എവിടെ? നിങ്ങളുടെ ബാക്കി സ്റ്റാഫ് എവിടെ? നിങ്ങൾ 4 പേരില്ലേ ചേട്ടാ? നിങ്ങൾ 4 പേരില്ലേ? 2 പേരുള്ള ആപ്പാടെ വർക്ക് ചെയ്യുന്നുള്ളല്ലോ. 2 പേരെ ആപ്പാടെ വർക്ക് ചെയ്യുന്നുള്ളൂ. 2 പേരെ ആപ്പാടെ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്റെ പൊന്നു സഹോദര, നിങ്ങൾക്ക് ജോലിക്കാണോ ശമ്പളം തരുന്നത്? ഞങ്ങൾക്ക് അതറിയേണ്ട ആവശ്യമുണ്ടോ? ആസ് എ കസ്റ്റമർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് ഞങ്ങൾ വാറ്റി കുടിക്കണോ? ഇനി ഞങ്ങൾ വീട്ടിൽ പോയി വാറ്റി കുടിക്കണോ? പെട്ടെന്ന് ചെയ്യാൻ പറ. നിങ്ങൾ എന്താ കാണിക്കോ? ഞങ്ങൾ ഇത് ചിങ്ങവനം ബിവറേജിലെ കാഴ്ചയാണ്. 2 സ്റ്റാഫിനെയും വെച്ചുകൊണ്ട് അവിടെ കിടന്ന് പണിതുകൊണ്ടിരിക്കുക. ചേട്ടാ, നിങ്ങളുടെ സ്റ്റാഫാണോ ചേട്ടാ? ഹലോ ഹലോ, മനഃപൂർവ്വം കേട്ടായിരിക്കുക. വീഡിയോ എടുത്ത് അയച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നമ്മള് കൊടുത്ത പയ്യനെ അകത്ത് വിളിച്ച് വിടുത്തി നിങ്ങൾ ക്ഷമയും പറഞ്ഞ് വിട്ടതാ. ഇനി അതില്ല കേട്ടോ, ഉള്ള കാര്യം. ഇനി അത് വേറെ മാറും. ചേട്ടാ, ഞാൻ റീൽ എടുത്ത് ഞാൻ ഇടിഞ്ഞ ഉറപ്പായിട്ട് ഞാൻ ഇടിഞ്ഞ. നിങ്ങൾ ഈ 4 സ്റ്റാഫ് ഉണ്ടായിട്ട് നിങ്ങൾ 2 പേര് ആപ്പാടെ നിൽക്കുക. ഒരൊറ്റ ഒരാളാണ് കൗണ്ടറിൽ നിൽക്കുന്നത്. ഇത്ര ആൾക്കാർ ഇവിടെ നിന്നിട്ട് നിങ്ങളാണ് അല്ലാണ്ട് ഒരാൾ ഫോണും കുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ചേട്ടാ ശമ്പളം മേടിക്കുക. സർക്കാരിന്റെ ശമ്പളം മേടിച്ചിട്ട് തന്നെ ഫോൺ കുത്താനാണോ നിൽക്കുന്നത്? അല്ല, സർക്കാരിന്റെ ശമ്പളം മേടിച്ച് നിങ്ങൾ തന്നെ ഫോൺ കുത്താനാണോ നിൽക്കുന്നത്? ആയിക്കോട്ടെ കേട്ടോ, ഇതായിക്കൊണ്ടൊക്കെ അയച്ചോളാം. ഫോൺ കുത്തുന്ന ആളാങ്ങളൊന്നും എടുത്തോട്ടെ.